സ്വർഗപിതാവേ, നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾ പാടി ആരാധിച്ച ആ പാട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാകത്തക്കത് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ നടമാടിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞങ്ങളുടെ കാതുകളിൽ ദൈവ ശബ്ദം കേൾപ്പിക്കണം. അത് ഞങ്ങളുടെ പ്രാണന് ചൈതന്യമായി തീരട്ടെ, ഞങ്ങളുടെ അന്തരാത്മാവിൽ ബലമായി തീരട്ടെ. കർത്താവെ, അതിനായി അടിയനെ സമർപ്പിക്കുന്നു. അടിയന്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കും. അപ്പ വലിയ കൊതിയോടെ ഞങ്ങൾ ദൈവസല്ലായിരിക്കുന്നു. വി നീഡ് സം സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ദിസ് ഈവനിങ്. ഇന്ന് വൈകിട്ട് കർത്താവെ, ഒരു പ്രകൃത്യാതീതമായ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. കർത്താവെ, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവിടത്തേക്ക് അത് ചെയ്യാൻ പറ്റും കർത്താവെ. ഓ റബ ഷേഖിനി ആന്തര പ്രൗഷനേതകസിയാന റക്കുമ സെറ്റേ മാൻറ്റ മാൻറ്റിയ ലാംബ്രമോ ഷേഖിരിയാന്തരബ. പരിശുദ്ധാത്മാവ് നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ദീപട്ടികൾ തെളിയിക്കുക, എണ്ണ പാത്രം നിറഞ്ഞു കവിയട്ടെ. ഓ, ദർശനമുള്ള പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി നന്നായി അറിയാമായിരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ക്ലാസ്സുമായിട്ട് ഈ പാട്ടിന് ഭയങ്കര ആഴമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആ പാട്ട് പാടാൻ ഞാൻ ആത്മാവിൽ കൊതിച്ചത്. ഹല്ലേലൂയ റാകബ ശംദര. നിന്ദിത പാത്രരായി നമ്മൾ വേകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കാരണം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയുണ്ട്. നമ്മിലൂടെ ദൈവത്തിന്റെ ഒരു വലിയ നിയോഗമുണ്ട്. രാത്രി രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ മാറട്ടെ, മരണത്തിന്റെ ഭയം മാറട്ടെ. ഈ പ്രയർലാനിൽ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളെങ്കിലും ശബ്ദത്തിനകത്തൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകം നിങ്ങളുടെ എല്ലാവരുടെ നാഡീ ഞരമ്പുകളുടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ആ രോഗിയായ ചെറുപ്പക്കാരന്റെ ശരീരത്തിന് മേൽ ഇറങ്ങിയ ദൈവശക്തി നിങ്ങളുടെ മേൽ എല്ലാം ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുടുംബമായി ലോർഡ് വി പ്രേ ഫോർ ആൻ ഇംപാർട്ടേഷൻ. ഒരു വലിയ ഇംപാർട്ടേഷൻ നടക്കട്ടെ, ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇവിടെ കയറി വരിക എന്ന് യോഹന്നാനോട് പറഞ്ഞതുപോലെ ആത്മമണ്ഡലത്തിൽ കർത്താവ് ചിലരെ വിളിക്കുകയാ. നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് കയറി വാ. യേശുവിൻ നാമത്തില് ജ്യോതിസ് പോലെ പ്രകാശിക്കാൻ നീ കയറി വാ. ആത്മാവിൽ അഗ്നിയായി നീ കയറി വാ. ഷൂഡാബാര ഹന്ദരികാമന സൈഡമനഗശരാധന. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നാമത്തെ ഉയർത്തുന്നു. അവിടുത്തെ വചനത്തിന്റെ പൊരുളുകളെ ഞങ്ങൾക്ക് തിരിച്ചു തരണയപ്പാ. പരിശുദ്ധാത്മാവെ കൊണ്ട് സംസാരിക്കണമേ. ഞങ്ങൾ ഇരിക്കുന്ന ഭവനം, ഞങ്ങൾ ഇരിക്കുന്ന റൂമ്, നമ്മുടെ ശരീരം ആലയമായ ദൈവത്തിന്റെ മന്ദിരമായ ഞങ്ങളുടെ ശരീരത്തിലൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സ്പർശനത്തെ അയച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇതിനകത്ത് ലോഗിൻ ചെയ്ത പോലെ മടങ്ങിപ്പോത്തില്ലപ്പ. അവിടുത്തെ സ്പർശനം ഞങ്ങളുടെ മേൽ അയക്കും. അവയെ രാത്രി സംസാരിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാനൊരു ടെസ്റ്റിമണി നിങ്ങളോട് പറയാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി 9:30 മുതലുള്ള സമയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ ശുശ്രൂഷയിലും എന്റെ വാക്കിലും എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഭയങ്കര തീക്കനൽ കോരിയിടുന്നത് പോലെ ഒരു വ്യത്യാസം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ചിലരൊക്കെ എനിക്ക് വോയിസ് ക്ലിപ്പിൽ ടെസ്റ്റിമണി അയച്ചു. പാസ്റ്ററെ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി മേഖലയിൽ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ചിലരോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ട്. യുകെയിലെ ജോലിച്ചാൻ ഒരു വരി എന്നോട് പറഞ്ഞത് എന്നെ സ്പർശിച്ചു. പാസ്റ്ററെ, എന്റെ കണ്ണാടി ദൈവം മാറ്റി. എന്റെ കണ്ണാടി, എന്റെ ദൈവവചനത്തെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ ദൃഷ്ടി, എന്റെ കണ്ണാടിയെ മാറ്റി. യേശു എന്ന കണ്ണാടിയെ ഇട്ടു തന്നു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പുതിയ പുതിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് തരും. എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന, നിങ്ങൾ എന്നേക്കാൾ ശക്തന്മാരായ
ദൈവത്തിന്റെ അഭിഷക്തന്മാരായി മാറണം. നിങ്ങളുടെ തലമുറകൾ എന്റെ തലമുറയുടെ കൂടെ നിന്ന് ഈ ഭാരതത്തെ കർത്താവിന് വേണ്ടി പിടിക്കണം. ഇതാണ് എന്റെ സ്വപ്നം. വേറെ ഒരു അജണ്ടയുമില്ല. I am separating time in the presence of the Lord for that agenda. രാത്രിയിൽ ആമേൻ, ഇന്നലെ ദിവസങ്ങൾ 2 ദിവസങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയാണോ അല്ലയോ, അഗ്നിസ്നാനം വചനാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നാം പഠിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഈ ആരും നമ്മളെ തെറ്റിച്ചു കളയാതിരിക്കാൻ അത് കർത്താവിന്റെ ആത്മാവ് ഉറപ്പോടെ നമ്മോട് സംസാരിച്ചു. ഞാൻ എപ്പോഴും പറയട്ടെ, ഈ ക്ലാസ്സുകൾ ഒരു വാദത്തിനോ തർക്കത്തിനോ വേണ്ടിയുള്ളതല്ല. അഭിഷേകത്തിൽ നിറഞ്ഞൊരു ഉണർവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിനു വേണ്ടിയാണ്. 2ാമത്തെ വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ. പെട്ടെന്ന് എന്ന് പറയുന്ന വാക്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഇന്ന് രാത്രി ഒരു പ്രവചന ദൂത് നിങ്ങൾക്ക് കൈമാറാൻ പോവാ. പെട്ടെന്ന് ആ രോഗം സൗഖ്യമാകാൻ പോവാ. പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അന്തരീക്ഷം മേഘം കൊണ്ട് നിറഞ്ഞ് മഴ പെയ്യുന്നത് പോലെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. പെട്ടെന്ന് ആ വഴികൾ തുറക്കപ്പെടാൻ പോവാ. പെട്ടെന്ന് ആ രോഗം മാറാൻ പോവാ. പെട്ടെന്ന് ആ മരണത്തെ മാറ്റി കർത്താവ് ജീവനെ തരാൻ പോവാ. പെട്ടെന്ന് ആ കഴുകുമരം മാറി നിങ്ങളുടെ മേൽ ചില ഹല്ലേലൂയ കിരീടങ്ങൾ വരാൻ പോവാ. പെട്ടെന്ന് നിങ്ങളുടെ മേൽ രാജവസ്ത്രം വീഴാൻ പോവാ. പെട്ടെന്ന് നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. പെട്ടെന്ന് ശുശ്രൂഷയുടെ അളവ് മാറ്റാൻ പോവാ. പെട്ടെന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വ്യത്യാസം തരാൻ പോവാ. പെട്ടെന്ന് നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തില് ഒരു വ്യത്യാസം തരാൻ പോവാ. എ ബ്രേക്ക് ത്രൂ, എ മേജർ ഷിഫ്റ്റ് in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിലും ഈ പ്രയർ ലൈനിൽ വരുന്നവരാണെങ്കിലും ആത്മാവിൽ പറയട്ടെ, a breakthrough is going to happen. അത് പെട്ടെന്ന് സംഭവിക്കും. That shows the urgency of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അർജൻസിയെ കാണിക്കുന്നു. ആമേൻ, സ്തോത്രം. കാറ്റ്, കൊടിയ കാറ്റ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വേറൊരു സിംബലാണ് കാറ്റ് അഥവാ ശ്വാസം എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ റുഹ എന്ന പഴയ നിയമത്തിലും ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്ന പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. റുഹ എന്ന വാക്കിന് ശ്വാസമെന്നും ന്യൂമ എന്ന വാക്കിന് കാറ്റ് എന്നുമാണ് അർത്ഥം. ആമേൻ. മനുഷ്യനെ ദൈവം സ്വർഗസ്ഥനായ ദൈവം തന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി, കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആ കിടക്കുന്ന ആ കളിമൺ പ്രതിമയിലേക്ക് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി 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 ആമേൻ മരിച്ചു പോകും, ചത്തുപോയി എന്ന് ചിന്തിച്ച ആമേൻ ഹല്ലേലൂയ ക്രൈസ്തവ മാർഗത്തിൽ ചെതറിപ്പോയ ശിഷ്യന്മാർ കൂടിയിരുന്ന റൂമിലേക്ക് അതേ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി നിന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ഊതി ഊതി ആമേൻ ആമേൻ അവർ ജീവൻ പ്രാപിച്ചു. അവർ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചു. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ജീവൻ നമ്മുടെ അപ്പന്റെ ശ്വാസമാണ്. ഒന്ന് പറഞ്ഞേ, എന്റെ അകത്തിരിക്കുന്ന ജീവൻ എന്റെ അപ്പന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ റൂഹ, ഇറ്റ് ഈസ് ദ ന്യൂമ ഹറമ സന്ദരബരബരബ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തെ പ്രാണന്റെ അകത്തൊരു തുള്ളിച്ചാട്ടം നമ്മൾ അനുഭവിക്കണം. അഭിഷേകം പ്രാപിച്ച കർത്താവിന് വേണ്ടി സ്നേഹിക്കുന്ന ആർത്തിയുള്ള ജനത്തോടാ പറയുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ദൂത് കേൾക്കുമ്പോൾ അകത്തൊരു തുള്ളിച്ചാട്ടം, ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ പറ്റാതെ നൈട്രജൻ ബലൂൺ പൊങ്ങുന്ന പോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ മനസ്സിലാക്കിക്കോ ദൈവമക്കളെ, അതെ ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്നത് അപ്പന്റെ ശ്വാസമാണ്. ഒന്ന് പറഞ്ഞേ, എന്റെ അകത്തിരിക്കുന്നത് അപ്പന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ. Thank you, Holy Spirit. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The Holy Spirit was brooding upon the waters. അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ദൈവത്തിന്റെ കാറ്റ് വെള്ളത്തിന്റെ മീതെ വീശി അടിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പാടിയില്ലേ, വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവ ആവി പകർന്നിടുവാൻ. That means ഈ തോട്ടത്തിലെ കാറ്റൊന്ന് അടിക്കട്ടെ,
അതിനകത്ത് ജീവനുണ്ട്. ഞാൻ ആ ആഴങ്ങളിലേക്ക് പോകും. ഇന്ന് രാത്രി ആ കാറ്റ് നിങ്ങളുടെ വീട്ടിലടിക്കും. കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ചില വൻമരങ്ങളുടെ പിഴുതു വീഴും കേട്ടോ. ഞാൻ ജനിച്ചത് മർത്തോമേലാണെങ്കിൽ മർത്തോമെ തന്നെ അടക്കുമെന്ന് പറഞ്ഞ ചിലര് അർത്ഥനാചന ചില വൻ കാറ്റിലകത്ത് കൊടിയ കാറ്റടിക്കുമ്പോ ചില വൻ വൃക്ഷങ്ങൾ കടപുഴകി വീഴാൻ പോവാ. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ആ കാറ്റിനെ അയക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് ഒരിക്കലും അഭിഷേകം പ്രാപിക്കത്തില്ലെന്ന് കല്ല് പോലെ ഇരിക്കുന്ന ചിലത് അവൻ മെഴുകുപോലെ ആ കാറ്റിനകത്ത് ഉരുകി മാറുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ വാതില് യേശുവിന്റെ നാമത്തിൽ ആ കാറ്റിനാൽ തുറന്നു വരുന്നു. വിശ്വസിക്ക്, ഉദരങ്ങൾ തുറക്കുന്നു, ആ വഴികൾ തുറക്കപ്പെടുന്നു യേശുവിൻ നാമത്തിൽ. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതേ പരിശുദ്ധാത്മാവ്, ആമേൻ, വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇറങ്ങിയത്. ഈ ബ്രൂഡിങ് എന്നുള്ള വാക്കൊന്ന് ശ്രദ്ധിക്കണമേ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രൂഡിങ് എന്ന വാക്കിന്റെ അർത്ഥം പൊരുന്നിരിക്കുക എന്നാണ്. പൊരുന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പച്ച മലയാളത്തി ഭാഷയില് അവൻ കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മച്ചിമാര് കോഴിമുട്ട എടുത്ത് കോഴിയുടെ അടിയിൽ അടവെക്കുക എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ പറയുന്നത്. കൊച്ചിലെയൊക്കെ അമ്മമാരത് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പോയി ആ മുട്ടയെ പിടിക്കുമ്പോൾ ആ മുട്ടയെ തൊടാനായിട്ട് കോഴികൾ സമ്മതിക്കാറില്ല. പക്ഷെ കോഴി എഴുന്നേറ്റ് പോകുമ്പോൾ ആ മുട്ടയെ പോയി തൊടുമ്പോൾ ആ മുട്ടയുടെ ടെമ്പറേച്ചർ വ്യത്യാസമാണ്. എന്ന് വെച്ചാ പുറത്ത് മൊത്തം മഞ്ഞ് വീഴുകയായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ചില പരുന്ത് പോലുള്ള പക്ഷികൾ, ചില കഴുകനൊക്കെ പോയി ഈ മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളിൽ, മലകളിലൊക്കെ അവൻ പൊരുന്നിരിക്കുമ്പോൾ പക്ഷെ അവരുടെ ദേഹത്ത് വീഴുന്ന മഞ്ഞാണെങ്കിലും അവരുടെ അടിയിലിരിക്കുന്ന മുട്ടയ്ക്ക് ഒരു ചൂടുണ്ട്. ഞാൻ പറയട്ടെ, ആ പൊരുന്നിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ അടിയിൽ ജീവൻ പകർന്നുകൊണ്ടിരിക്കുക എന്നാണ്. ഈ ഭൂമി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട 3 തിന്മകൾ നിറഞ്ഞിരുന്നപ്പോൾ, ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ കണ്ടവിക്ഷോഭം ചെയ്തത് നിങ്ങളുടെ അകത്തേക്ക് ശക്തിയുടെ വ്യാപാരം എന്ന് രാത്രി സ്വർഗം ചെയ്യുമെന്നുള്ള ആത്മാവിലുള്ള വെളിപ്പാടിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ മരണം നിങ്ങളെ തൊടാൻ പറ്റാതെ, ഹല്ലേലൂയ, അവൻ ജീവനെ പകർന്നുകൊണ്ടിരിക്കുക എന്ന പ്രധാനപ്പെട്ട 3 തിന്മകൾ ഭൂമിക്ക് മീതെ, വെള്ളത്തിന്റെ ഭൂമിക്ക് മീതെ ഉണ്ടായിരുന്നു. യെസ് ലോർഡ്. ആ തിന്മയുടെ പേര് ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു. ആമേൻ. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. സ്തോത്രം. ഇരുട്ടുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ശൂന്യതയുണ്ടായിരുന്നു, പാഴായിരുന്നു. ഇന്ന് രാത്രി ഈ 3 തിന്മകൾ നിങ്ങളുടെ അകത്തോ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കണ്ണുയർത്തി നോക്കുമ്പോൾ പാസ്റ്ററെ എല്ലായിടത്തും തിന്മയാ. But in the name of Jesus I prophesy to you like a mighty rushing wind. കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീടുകളിലേക്ക് ഇന്നു രാത്രി, ഹല്ലേലൂയ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പോലെ മഹത്വം പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറഞ്ഞേ, ഇല്ലടാ, ഇരുട്ടിന് ഞാൻ വിട്ടുതരത്തില്ല. ഇല്ല, ഹല്ലേലൂയ, ശൂന്യതയ്ക്ക് ഞാൻ വിട്ടുതരത്തില്ല. ശൂന്യതകൾ മാറട്ടെ, ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ കുടുംബജീവിതത്തിന് വേണ്ടി പൊരുന്നിരിക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ ഭാവിക്ക് വേണ്ടി പൊരുന്നിരിക്കുകയാ. ഓ റബ ശാന്തരാധന. ആ കാറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് സംരക്ഷിക്കുന്ന, പുതുജീവൻ നൽകുന്ന, ജനനങ്ങൾ നടക്കുന്ന അവസ്ഥ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. അത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തി 2-ലുണ്ടായത്. ആ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്നിട്ട് പൊരുന്നിരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്ന് അവൻ മൊട്ടത്തോട് പൊട്ടി അവൻ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് പോലെ തേജസ്സിന്റെ ഒരു തലമുറ അപ്പോസ്തല പ്രവൃത്തി അപ്പർ റൂമിൽ പുറത്തു വന്നു. ഇന്ന് രാത്രി പ്രയലനിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ചിലത് മൊട്ടത്തോട് പൊട്ടി തേജസ്സിന്റെ ശുശ്രൂഷയുമായി പുറത്തു വരുന്ന ദിവസങ്ങളാണ്.
യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ലോകശക്തികൾക്ക് ഒതുക്കാൻ പറ്റാത്ത, പൈശാചിക ശക്തികൾക്ക് ഒതുക്കാൻ പറ്റാത്ത, പാരമ്പര്യ പോരുകൾക്ക് ഒതുക്കാൻ പറ്റാത്ത, യെസ്, നാമധേയ സംഘടനകൾക്ക് ഒതുക്കാൻ പറ്റാത്ത മലവെള്ള പാച്ചില് പോലെ, ആമേൻ, കൊടുങ്കാറ്റ് പോലെ, ലൈക്ക് മൈറ്റി റഷ്യൻ വിൻഡ്, നീ പുറത്തു വരാൻ പോവുകയാണ്. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെയുള്ള ആത്മപ്രവാഹം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശ്രദ്ധിക്കണമേ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തില് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ജനനത്തെ പറ്റി പറയുമ്പോൾ, ആമേൻ, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ആമേൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ കയറുമ്പോ, നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, കാറ്റ്, ആമേൻ, വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു പറയുന്നു. നമുക്ക് ആർക്കും അറിയാത്ത ഒരു മന്ദമാരുതിനെ പറ്റിയാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നാൽ മാളിക മുറിയിലേക്ക് വരുമ്പോ ഒരു മന്ദമാരുതനായിട്ടല്ല വരുന്നത്, ഒരു ഇളം കാറ്റായിട്ടല്ല വരുന്നത്, കൊടുങ്കാറ്റടിക്കുന്ന പോലെ വന്ന്. എന്തിനാ കർത്താവിന്റെ ദാസനെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വന്നത്? കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വന്നത്, ശ്രദ്ധിക്കണമേ, ഞാൻ അതിന്റെ മറുപടി നിങ്ങൾക്ക് തരാം കേട്ടോ. ആമേൻ, സ്തോത്രം. എന്നാൽ വിവിധ തരം കാറ്റുകളെ പറ്റി ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്നിട്ട് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഈ കാറ്റുകളെ ഒക്കെ പറ്റി പറയുമ്പോ എന്തിനാ ഇങ്ങനെ ഇത്രയും കൊടുങ്കാറ്റ് പോലെ വന്നെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറും. ഒന്നാമത്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് ഒരു കാറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ കാറ്റിന് പിതാക്കന്മാര് പേരിട്ടിരിക്കുന്ന ദൈവത്തിന്റെ കാറ്റെന്നാണ്. I call that wind as a supernatural wind. ചെങ്കടലിലൂടെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് കയറുന്നു. 75 അടിയിൽ കുറയാത്ത ആഴം ഈ ഭാഗത്തിനുണ്ടെന്നാണ് ആമേൻ പഠിതാക്കൾ പറയുന്നത്. അത്രയും ആഴമുള്ള വെള്ളത്തെ മതിൽക്കെട്ട് പോലെ തടഞ്ഞു നിർത്തുകയും അപ്പോൾ തന്നെ അതിന്റെ നടുവിലൂടെ പോയ ഇസ്രായേൽ മക്കളെ അക്കരെ എത്തിക്കുകയും ചെയ്ത കാറ്റ് പ്രകൃതിയിലെ സാധാരണ കാറ്റല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഒന്ന് ശ്രദ്ധിച്ചേ, ആമേൻ. അവര് പോകുന്നത്, നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ. നമ്മൾ പലയിടത്തും പോയിട്ടില്ലേ? വെള്ളത്തിന്റെ അടിയിലത്തെ അക്വേറിയംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി നമ്മള് ആമേൻ അതിന്റെ ആ അടിത്തട്ടുകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഇസ്രായേൽ മക്കൾ പോകുമ്പോ അവർ പോകുന്ന തുവർ നിലത്തിൽ അവർ കണ്ടിട്ടില്ലാത്ത വഴി അവർക്ക് വേണ്ടി ഒരുക്കി. ദൈവം അവരെ അക്കരയ്ക്ക് നടത്തുമ്പോൾ രണ്ട് സൈഡിലിട്ടും അവർ നോക്കുമ്പോ അവൻ ആ വെള്ളം ഭിത്തി പോലെ നിൽക്കുക. ആ കാറ്റിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ കാറ്റിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? 60 കിലോ 70 കിലോ 80 കിലോ ഭാരമുള്ള നമ്മുടെ ചെറിയ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചെറിയ ഫെയ്ത്തോമിലേക്ക് ആ കാറ്റിന്റെ ശക്തി അടിച്ചിറങ്ങുമ്പോ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ദൈവമക്കളെ? ആത്മാവിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കാറ്റിന്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ വിൻഡ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഞാൻ അതിനെ വിളിക്കുന്ന പേരാണ് വഴി തുറക്കുന്ന കാറ്റ്. വഴി തുറക്കുന്ന കാറ്റ്, വഴി തുറക്കുന്ന കാറ്റ്. അവൻ ഫെയ്സിറ്റിയോടെ ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ദൈവമക്കളോട് ഞാൻ പ്രവചനാത്മാവിൽ പറയാ, ജോലിയില്ലാത്ത ചിലർക്ക് വേണ്ടി അങ്ങനത്തെ ചില കാറ്റടിച്ച് വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവാ ദൈവം. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴി, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വഴി, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചു പോലും ഇല്ലാത്തൊരു വഴി ആമേൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ വെട്ടി തെളിക്കാൻ പറ്റിയെങ്കിൽ, യെസ്, ഹി ഈസ് preparing it. നിനക്ക് മുമ്പായി ഒരു കാറ്റിനെ ദൈവം അയക്കുക. ആ കാറ്റ് പുതുവഴിയെ നിനക്ക് വേണ്ടി ഉണ്ടാക്കുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. ആ രാജ്യത്തേക്ക് വിസ കാണത്തില്ല, അവർ വിസ റദ്ദാക്കി കാണും. യെസ്, ആ രാജ്യത്തേക്കുള്ള എല്ലാ എയർപോർട്ടുകളും അടച്ചു കാണും. എന്നാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ വഴി യേശുവിൻ നാമത്തിൽ ആ കാറ്റ് നിനക്ക് വേണ്ടി അടിക്കുക. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാറ്റ് യേശുവിൻ നാമത്തിൽ നിന്റെ മേൽ അടിക്കട്ടെ, നിന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ അടിക്കട്ടെ. ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. ഇതാണ് ദൈവത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത. ഇതാണ് ദൈവത്തിന്റെ കാറ്റിന്റെ ശക്തിയും സ്വാധീനവും സൗന്ദര്യവും. ഹല്ലേലൂയ. ഇത് നമ്മുടെ ദുർഘടങ്ങളിൽ വഴി തുറക്കും. ഇത് നമ്മളെ വഴി നടത്തും കേട്ടോ.
ഈ വചനമൊക്കെ പഠിക്കുമ്പോ എന്തൊരു മാധുര്യമാണെന്നേ. ഹല്ലേലൂയ. നീ വീട്ടിൽ ഒതുങ്ങത്തില്ല, നീ നിന്റെ 4 റൂമിനകത്ത് ഒതുങ്ങത്തില്ല, നീ നിന്റെ കൊച്ചു സഭയ്ക്കകത്ത് ഒതുങ്ങത്തില്ല, നീ ആ കൊച്ചു കമ്പനിയിൽ ജോലി ചെയ്ത് ശിഷ്ടകാലം ഒതുങ്ങത്തില്ലെന്നേ. ഈ കാറ്റ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. ഈ കാറ്റിന്റെ പേര് സൂപ്പർ നാച്ചുറൽ വിൻഡ്. അത് നിനക്ക് വേണ്ടി വഴി തുറക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്ര കഥകളെ തകർക്കും, ഇരുമ്പോടാമിലെ ഖണ്ഡിക്കും. ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. ആമേൻ. ആ കാറ്റടിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. രണ്ടാമത്തെ കാറ്റ് യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തില് ആമേൻ സ്തോത്രം, പ്രവാചകനെ മടക്കി വരുത്തിയ കാറ്റ്. ഈ കൊറോണയുടെ കാറ്റിനെ ഞാൻ എങ്ങനെയാ വിളിക്കുന്നത്? ഇത് മടക്കി വരുത്തുന്ന കാറ്റാ ദൈവത്തിന്റെ. കേട്ടോ, ഇതൊരു ദൂതായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ. ദൈവത്തിന്റെ ജോന, ദ ബുക്ക് ഓഫ് ജോന ചാപ്റ്റർ 1:4, ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലോചന വിട്ട് മാറിപ്പോയ പ്രവാചകനെ ദൈവ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ യഹോവ സമുദ്രത്തിൽ ഒരു വലിയ കാറ്റടിപ്പിച്ചു. ഹല്ലേലൂയ. പക്ഷെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അഭിഷക്തനെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിച്ചു. നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു കാറ്റ് ദൈവം അടിപ്പിച്ചോണ്ടിരിക്കുക. അല്ലേ, നമ്മൾ എത്ര ബിസി ആയിരുന്നില്ലേ? നമ്മളെല്ലാവരും ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി അധ്വാനിച്ച് ഓടി അലഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഒന്നും അല്ലെന്ന്. This is nothing. 10 കോടിയുള്ളവനും ആമേൻ 10 രൂപ പോലും എടുക്കാനില്ലാത്തവനും ഒരേപോലെ ആമേൻ വീട്ടിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു. ദൈവം നമ്മളെ പഠിപ്പിച്ച് ആമേൻ ഈ കാറ്റ് നമ്മളെ മടക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അടിക്കുന്ന ഉണർവിന്റെ കാറ്റ് ആദ്യ സ്നേഹത്തേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുന്ന കാറ്റാ. ദൈവഹിതത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുന്ന കാറ്റാ. നമ്മളിലുള്ള പിന്മാറ്റങ്ങളെ ആമേൻ ചികിത്സിച്ചു ഭേദമാക്കുന്ന കാറ്റാ. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ മടക്കി വരുത്തുന്ന കാറ്റാണ്. യേശുവിൻ നാമത്തിൽ ആ കാറ്റ് നമ്മുടെ മേൽ അടിക്കട്ടെ. ആമേൻ. നമ്മളെ വഴി തിരിച്ചുവിടാൻ, വഴി തുറക്കാൻ വേണ്ടി മാത്രമല്ല, തുറന്ന വഴി അടച്ച് നമ്മളെ വഴി മാറ്റി വിടാനും ഈ കാറ്റിന് ശക്തിയുണ്ടെന്ന് മനസ്സിലായോ? ശരിയല്ലെന്ന് തോന്നുന്നത് കാര്യമാണെങ്കിലും ആമേൻ അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴിയിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിത ബോട്ടും പെരുങ്കാറ്റിനെ നേരിടേണ്ടി വരും. കേട്ടോ, ദൈവത്തിന്റെ ഹിതമല്ലാത്ത വഴിയിലാണ് നാം ചലിക്കുന്നതെങ്കിൽ തമ്പുരാൻ അവിടത്തേക്ക് കാറ്റടിപ്പിക്കും. ആ കാറ്റിൽ നീ തകർന്നു പോകാനല്ല, നിന്റെ പടക് മുങ്ങിപ്പോകാനല്ല. അവൻ ദൈവം ആഗ്രഹിച്ച ശോഭന തുറമുഖത്ത് നിന്നെ എത്തിക്കാൻ വേണ്ടി ആ കാറ്റെന്ന് നീ മറന്നു പോകരുത്. ദൈവം നിനവെ നിർത്തുമെന്ന് പറഞ്ഞാൽ നിനവെ നിർത്തിയിരിക്കും. നിനവെ നീ പ്രവചിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ കൊണ്ട് പ്രവചിപ്പിച്ചിരിക്കും. അതാണ് ഈ കാറ്റിന്റെ പ്രത്യേകത. ദൈവഹിതത്തിനനുസരിച്ച് നിന്നെ ചലിപ്പിക്കുന്ന കാറ്റാണ് ഈ കാറ്റ്. യെസ് ലോർഡ്. നീ എത്ര കുതറി മാറിയാലും, നീ എത്ര വഴി വിട്ടുപോയാലും, യോനയെ തിരിച്ചു കൊണ്ടുവന്ന ഈ കാറ്റ് നിന്നെ മടക്കി കൊണ്ടുവന്നിരിക്കും. കാരണം എന്തെന്നറിയാമോ പാസ്റ്റർ? എന്താ അങ്ങനെ തീർത്തു പറയാൻ കാരണം? കർത്താവ് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. അത് മാത്രമല്ല, അബ്രഹാമേ, നിനക്ക് പകരമായി അവൻ വേറൊരു ലോത്തിനെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. മോശേ, നിനക്ക് പകരമായി അഹരോനെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. There is no other substitute for me. ആമേൻ. നിനക്ക് പകരമായി ഇംഗ്ലണ്ടിൽ ഉണർവഹിക്കാൻ വേറെ ഒരു ജോർജിയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് പകരം മുംബൈ പട്ടണത്തിൽ ആമേൻ ഗുജറാത്തിൽ തീയെ അയക്കാൻ, അഭിഷേകത്തിന്റെ കാറ്റിനെ വിതറാൻ ആമേൻ സ്തോത്രം സജി ബ്രദറിനെ പോലെ, സൈച്ചാനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആമേൻ മുംബൈ പട്ടണത്തിൽ അഭിഷേകത്തിന്റെ നീർച്ചാലുകൾ വെട്ടിത്തുറക്കാൻ ആമേൻ സഹോദര, ഞാൻ ചില പേരുകൾ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആത്മാവിൽ നിങ്ങളോടെല്ലാം പ്രവചിച്ചു പറയാ. There is not a substitute for you. നിനക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ദൈവം കണ്ടിട്ടില്ല. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ശുശ്രൂഷ നിന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ആ കാറ്റ് നിന്നെ മടക്കി കൊണ്ടുവരും. മടക്കി വരുത്തുന്ന കാറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങനത്തെ കാറ്റടിക്കുമ്പോ ആ കാറ്റിന് വിധേയപ്പെട്ട അനുഗ്രഹമാകട്ടോ. ഇച്ചിരി കണ്ണുനീരും അപമാനവും കഷ്ടവും സങ്കടവും ഒക്കെ ആണെങ്കിലും അതിനകത്തൊന്ന് പിടിച്ചു നിന്നാൽ, അതിനകത്തൊന്ന് അവൻ കർത്താവിന് വേണ്ടി ഒന്ന് ഇണങ്ങിക്കൊടുത്താൽ, ഇണങ്ങി ആയുധമാക്കണേ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? ഞാനൊന്ന് പറയട്ടെ, ഈ 5 കല്ലിലെ ഒരു കല്ലിനെ കയ്യിലെടുത്തപ്പോ കയ്യെ കൊണ്ടുകയറുന്നതാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ? കഴുതയുടെ പച്ചത്താലിയിൽ സൗന്ദര്യമില്ലാത്തതാണെങ്കിലും അത് അഭിഷക്തന്റെ കയ്യിൽ ഇണങ്ങിയിരുന്നത് കൊണ്ടല്ലേ അതിനെ ഒരു ആയുധമാക്കാൻ കർത്താവിന് പറ്റിയത്.
യെസ്, യു ആർ എ പവർഫുൾ വെപ്പൺ ഇൻ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമാണ് നിങ്ങള്. അവൻ ഒരിക്കൽ കൂടെ കർത്താവിനോട്, നിങ്ങൾക്ക് പകരമായി വേറൊരാളെ കർത്താവ് കണ്ടെത്തിയിട്ടില്ല. നിങ്ങളോട് ആത്മാവിൽ ഞാൻ ദൂത് പറയാ, ദൈവ പൈതലേ, നിനക്ക് പകരം ദൈവം നിന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, എന്റെ കർത്താവിന് എനിക്ക് പകരം ഞാൻ മാത്രമേ ഉള്ളൂ. ഓ റബ, ദാറ്റ് ഈസ് നോട്ട് ആൻ ഓവർ കോൺഫിഡൻസ്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആമേൻ, നമ്മളിലൂടെ ചെയ്യേണ്ടത് നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മൾ, അതുകൊണ്ടാണ് ഒരു അഭിഷക്തന് പേടിയില്ലാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെക്കാട്ടിലും വളർന്നാലും, നിങ്ങൾ എന്നെക്കാട്ടിലും ശക്തന്മാരായാലും എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നേ. ഞാൻ ചെന്ന് നടക്കേണ്ട ലോക സൗഖ്യങ്ങൾ ഞാൻ ചെന്നാലേ നടക്കത്തുള്ളൂ. ഞാൻ സ്നാനപ്പെടുത്തേണ്ടവർ അത് മുൻനിർണയത്തിലുള്ളതാണ്. എഫീസ് ലേഖനം നമ്മൾ പഠിച്ചതല്ലേ? ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. മടക്കി വരുത്തുന്ന കാറ്റ്, ആ കാറ്റും അനുഗ്രഹമാ വിധേയപ്പെട്ടാൽ. സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തെ പറ്റി ചോദിച്ചാൽ പൗലോസ് പറയും, അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ വാക്യത്തിലെ, ഓ തകർക്കാൻ വേണ്ടി ഒരു കാറ്റടിച്ചു, പക്ഷെ ആ കാറ്റിന് പൗലോസ് ലീഗ പേരിടും ആദരിക്കുന്ന കാറ്റ്, മാനിക്കുന്ന കാറ്റ്, ഉയർത്തുന്ന കാറ്റ്, ദൈവത്തിന്റെ പർപ്പസ് ഉള്ള കാറ്റ്. ഹല്ലേലൂയ. 5 വിധ കാറ്റുകൾ ആ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. 5 കാറ്റ്. 1 പ്രതികൂല കാറ്റ്, 2 അനുകൂല കാറ്റ്, 3 തെക്കൻ കാറ്റ്, 4 ഈശാനമൂലൻ, 5 വല്ലാത്ത കൊടുങ്കാറ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം, ചിലർ എഴുതിയെടുക്കുന്നുള്ളതുണ്ട്. പ്രതികൂല കാറ്റ്, അനുകൂല കാറ്റ്, തെക്കൻ കാറ്റ്, ഈശാനമൂലൻ, അവൻ വല്ലാത്ത കൊടുങ്കാറ്റ്. ആമേൻ. നമുക്കറിയാം, കർത്താവിന്റെ അഭിഷക്തനായ പൗലോസ് ലീഹയുടെ വാക്കുകളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് അവർ കപ്പൽ യാത്ര പുറപ്പെട്ടത്. എന്നാൽ ഒടുവിൽ പൗലോസിന്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് തെളിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാറ്റ് അവരെ തുറമുഖത്തെത്തിച്ചു. അവർ പലകമേൽ നീന്തിക്കേറിയ മെലീത്തെ കയറിയെങ്കിലും മെലീത്തയിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്തു. ഈ കാറ്റിന്റെ പ്രത്യേകതയാ, ദൈവത്തിന്റെ പ്ലാനിനകത്തേക്ക് നമ്മളെ ചലിപ്പിച്ച് കയറ്റുന്ന കാറ്റ്. ദൈവം ഉദ്ദേശിക്കുന്ന തുറമുഖത്ത് എത്തിക്കുന്ന കാറ്റ്, പർപ്പസ്ഫുൾ വിൻഡാണ്, ദൈവം അടിച്ച കാറ്റാണത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാറ്റിന് ഞാൻ പറയുന്ന പേരുണ്ട്. ആമേൻ. ദൈവത്തിന്റെ അഭിഷക്തനെ ആദരിക്കാൻ വേണ്ടി ദൈവം അടിച്ച കാറ്റാണത്. യെസ് ലോർഡ്. ഞാൻ ആത്മാവിനൊരു ദൂത് പറയട്ടെ. എന്റെ ശുശ്രൂഷയിൽ ഞാൻ മിറക്കിൾസ് കണ്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കര ചേർച്ചിലുള്ള ഒരു കൂട്ടം യൗവനക്കാരെ കൊണ്ട് പഞ്ചാബിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. അന്ധന് കാഴ്ച പ്രാപിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, തെളിവുണ്ട് കേട്ടോ. ആ കുഞ്ഞുങ്ങൾ കണ്ടതാ, ഹാർട്ടിന് ഹോളുള്ളവരുടെ ഹാർട്ടിന്റെ ഹോള് സർജറി കൂടാതെ അടയുന്ന ഞാൻ കണ്ടു. ഭൂതം അലറി മാറിയപ്പോൾ ചെവി കേൾക്കാത്തവരുടെ ചെവികൾ കേൾക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എടാ മക്കളെ, ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ നിന്റെ ശുശ്രൂഷയിൽ ചെയ്യുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ലെറ്റ് പീപ്പിൾ സീ ദാറ്റ് യു ആർ an anointed one. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു ഭൂത നിങ്ങളുടെ ശുശ്രൂഷയിൽ അലറിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടായിട്ട് അവിടെ ജനത്തിന്റെ മേൽ ഒരു ആത്മപകർച്ച വെളിപ്പെട്ടാൽ ഓർത്തോണം, നിങ്ങളുടെ മേൽ പ്രത്യേകമായി വിളികിടപ്പുണ്ട്. 2, നിഗളിക്കാനല്ല, അവിടെ ആമേൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. God is proving that you are his beloved. ഹല്ലേലൂയ. ഓ, ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് കടഭാരം മാറി. പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഓ യെസ്, എവരിതിങ് ഈസ് ഗുഡ്, എവരി ഗ്ലോറി അൺടു ഗാഡ്. ഓ കർത്താവേ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഞാൻ പറയാം, അപ്പ നിന്റെ ആർദ്രതയ്ക്കായി സ്തോത്രം, നിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അപ്പോ എപ്പോഴും ചിന്തിച്ചോണം, ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് അഭിഷക്തന്മാരിനകത്തുണ്ട്, എനിക്കറിയാം, ശുശ്രൂഷയിൽ വളർന്നു വരുന്നവരുണ്ട്. എപ്പോഴെങ്കിലും ഒരു മിറക്കിൾ നിങ്ങൾ കണ്ടാൽ, ഒരു സൂപ്പർ നാച്ചുറൽ കാറ്റ് അടിക്കുന്ന കണ്ടാൽ, എല്ലാം മഹത്വം കർത്താവിന് കൊടുത്തോണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ആഴമാണ് വെളിപ്പെടുത്തുന്നത്. കർത്താവ് നമ്മുടെ ശുശ്രൂഷയെ തെളിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, അസ്ഥികളെ ജീവിപ്പിക്കുന്ന ഒരു കാറ്റ്, ചെതറിക്കിടക്കുന്ന അസ്ഥിക്കുട്ടങ്ങളുടെ നടുവിൽ പ്രവാചകനെ ദൈവം ചുറ്റി നടത്തി. എവിടെങ്കിലുമൊക്കെ കർത്താവ് ചുറ്റിക്കുന്നുണ്ടെങ്കിൽ, ചുറ്റി തിരിയുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, ആമേൻ, ആമേൻ, നിങ്ങൾ എഴുതി വെച്ചോ. ആമേൻ. ഒരു സാധ്യതയുമില്ലാത്ത അസ്ഥിത്താരവരെയാണോ നിങ്ങളുടെ മുമ്പിൽ? നിങ്ങൾ എഴുതി വെച്ചോ. ആമേൻ. ഹല്ലേലൂയ. ഇല്ല തീർന്നെന്ന് പറയാൻ വരട്ടെ.
തീർന്നു പോയെന്ന് പറയാൻ വരട്ടെ. ഹല്ലേലൂയ. ഓ, ആ മനുഷ്യൻ ഇനി സ്നാനപ്പെടത്തില്ലെന്ന് പറയാൻ വരട്ടെ. അവനിനി അഭിഷേകം പ്രാപിക്കത്തില്ലെന്ന് പറയാൻ വരട്ടെ. ആ സഭയിൽ ഇനി ആത്മാക്കൾ വരുത്തില്ലെന്ന് പറയാൻ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. പ്രവാചകനോട് കർത്താവ് ചോദിക്കുക, എടാ മക്കളെ, ഇത് ജീവിക്കുവോ ഈ അസ്ഥികൾ? നിങ്ങൾ എത്ര കേട്ടിട്ടുള്ളതായില്ലേ? അല്ലെങ്കിൽ പ്രവാചകൻ ഉത്തരവൊന്നും പറയാതെ യഹോവേ നീ അറിയുന്നു പറഞ്ഞു. അവൻ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ. അവൻ നമ്മുടെ ജീവിതത്തിലും അസാധ്യങ്ങൾ മാത്രം നമ്മളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് ചിലതെല്ലാം കഴിയുമെന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ചിലര് പറയും, അയ്യോ ഇത് പാരമ്പര്യ രോഗമാ, ഓ ഇത് ജനിച്ചപ്പോഴേ ഉള്ളതാണോ, എന്നാ മാറത്തില്ല. ഓ രാമ ശന്തര, നിന്നെ കൊണ്ടേ പോകത്തുള്ളെന്ന് ലോകം പറഞ്ഞ രോഗമുണ്ടല്ലോ, ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുകയാണ്. സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. ഓ റബ, അത് ഏത് രോഗമാണെങ്കിലും, അത് ജനിച്ചപ്പോ കൂടെ വന്നതാണെങ്കിലും, പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യൻ, അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് അവനെ രോഗം കൊണ്ടാ വന്നത്. പക്ഷേ അതൊന്നും കർത്താവിന് വിഷയമല്ലെന്ന്. നിന്റെ വിഷയത്തിന്റെ ഉണങ്ങിയ അവസ്ഥകൾ എന്ന് വെച്ചാൽ ജീവനില്ലാത്ത അവസ്ഥകൾ, ആമേൻ, ഡെഡ് ബോഡി കണക്കെ പോലെയല്ല. ആമേൻ, ഇനി ഒട്ടും പ്രതീക്ഷകളില്ലാത്ത അവസ്ഥകൾക്കകത്തേക്ക് ആ കാറ്റൊന്ന് അടിച്ചിറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അയ്യോ, മോഷ്ടിച്ചോണ്ട് പോയി, അറത്തോണ്ട് പോയി, മുടിച്ചോണ്ട് പോയ കള്ളന്മാരാൽ തകർക്കപ്പെട്ട ഒരു കൂട്ടത്തെയാ നമ്മൾ അവിടെ കാണുന്നത്. ഈ അസ്ഥിക്കൂട്ടം കാണിക്കുന്നത് മുമ്പ് ജീവൻ ഉണ്ടായിരുന്ന ഒരു കൂട്ടമാ, മുമ്പ് ചലിച്ചവരാ, മുമ്പ് പൗഡറിട്ട മുഖമാകട്ടോ, മുമ്പ് ഹല്ലേലൂയ ഓ നടന്നവരാ, മുമ്പ് കഴിച്ചവരാ, മുമ്പ് അവൻ ജീവിച്ചിരുന്നവരാ, ഇപ്പൊ അസ്ഥിക്കൂട്ടമായി കിടക്കുകയാണ്. ഇപ്പൊ ജീവനില്ല, ശക്തിയില്ല, സൗന്ദര്യമില്ല, വ്യക്തിത്വമില്ല, ആമേൻ, ഒന്നും ബന്ധങ്ങളില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. യെഹെസ്കേലിന്റെ പുസ്തകത്തില് 37-ാം അധ്യായത്തിൽ ആഞ്ഞടിച്ച ആ കാറ്റുണ്ടല്ലോ, അത് ജീവിപ്പിക്കുന്ന കാറ്റായിരുന്നു. ജീവിപ്പിക്കുന്ന കാറ്റായിരുന്നു യേശുവിന്റെ നാമത്തിൽ. അവൻ ഇന്നു രാത്രി ആ കാറ്റടിക്കുമ്പോൾ അറ്റുപോയ ചില ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൂട്ടിയോജിക്കപ്പെടുന്നു. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അസ്ഥിയോട് ചേരുന്നു. ത്വക്കും മാംസവും രൂപവും പ്രാപിക്കുന്നു. വ്യക്തിത്വവും സൗന്ദര്യവും ശക്തിയും ജീവനും പ്രാപിക്കുന്നു. പ്രാർത്ഥിക്കുക, അപ്പാ എന്റെ സഭയ്ക്കകത്ത് ഈ കാറ്റടിക്കട്ടെ. അസ്ഥികൂപാരങ്ങൾ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്റെ കുടുംബത്തിനകത്തേക്ക് കാറ്റടിക്കട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ഞെരുങ്ങുന്ന അവസ്ഥകൾ മാറട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ മദ്യപാനം മാറട്ടെ. ഓ റബ ശാന്തര, എന്റെ കുഞ്ഞിന്റെ കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ തകരപ്പെടട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, യെഹെസ്കേലിൽ നിന്ന് അസ്ഥിത്താഴിലേക്ക് അടിച്ച ആ ജീവന്റെ കാറ്റ്. ഹല്ലേലൂയ. അവൻ അസ്ഥികളെ ജീവിപ്പിക്കുന്ന കാറ്റ്, അസ്ഥികളെ ജീവിപ്പിക്കുന്ന കാറ്റ്, യേശുവിന്റെ നാമത്തില് ജീവിപ്പിക്കുന്ന കാറ്റ്, ജീവൻ പകരുന്ന കാറ്റ്, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. അവൻ ശ്രദ്ധിച്ചേ, ആ ഭാഗം നിങ്ങൾ ചേർന്ന് വായിക്കണം. അവിടെ ഉണ്ടായ കാറ്റും മന്ദമാരുതനല്ല. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ഉണ്ടായ അവനെ കാറ്റ് മന്ദമാരുതനല്ല കേട്ടോ. അതൊരു ആമേൻ ഭൂമി കുലുക്കം പോലെയുള്ള ഒരു കാറ്റായിരുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയാ, കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും എന്റെ കർത്താവിന് വഴികളുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കാത്ത വഴികളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ. അതിനെ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മനുഷ്യപുത്ര, നീ കാറ്റിനോട് പറയേണ്ടത്, യഹോവയുടെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് നിഹിതന്മാരിൽ ഊതുക എന്ന് കൽപ്പിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരുടെ മേൽ വന്നു. ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകം 7-ാം വാക്യത്തിൽ പറയാം, ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം കേട്ടു. ആമേൻ. ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. ഹല്ലേലൂയ.
താങ്ക് യു ലോർഡ് ജീസസ്. ഇത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത്. അവിടെ ജീവൻ പകർന്നു ചെതറിക്കിടന്ന അസ്ഥിക്കൂമ്പാരങ്ങൾ പോലെ ചെതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിപ്പിക്കാനായിട്ട് സ്വർഗം ആമേൻ അവരിരുന്ന സ്ഥലം കുലുക്കി. അവർ ആമേൻ ഓ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കൊടിയ കാറ്റ് അടിക്കുന്ന മുഴക്കം അവർ കേട്ടു. അസ്ഥി അസ്ഥിയോട് ചേരുന്നത് പോലെ ഹല്ലേലൂയ ചെതറിക്കിടന്ന ശിഷ്യന്മാർ കർത്താവിന്റെ മഹത്വമുള്ള ആമേൻ പുതിയ നിയമത്തിന്റെ ഉണർവിനായി ഒരുമിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ആ സിറ്റുവേഷൻസിനെ നോക്കി പ്രവചിക്കുന്നേ, ആ സർക്കംസ്റ്റാൻസിനെ നോക്കി പ്രവചിക്കുക, അടുത്ത തലമുറയെ നോക്കി പ്രവചിക്കുക, ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ യെഹെസ്കേലിന് വേണ്ടി ആ പൊട്ടനെ പോലെ പ്രവചിച്ച യെഹെസ്കേലിന് വേണ്ടി അടിച്ച കാറ്റുണ്ടല്ലോ, നിന്റെ വീട്ടിനകത്ത് അടിക്കാൻ പോവാ, നിന്റെ സഭയ്ക്കകത്ത് അടിക്കാൻ പോവാ. ഹോ ഷിക്കുട ഹന്തര ദീപന ഹതന റീക മാന ഹന്തേ റീകെ ലൂഡമന ഹസ്തന പ്രൗഢ. അമേൻ ശക്തിയില്ല, സൗന്ദര്യമില്ല, വ്യക്തിത്വമില്ല, ബന്ധമില്ലാതെ ചെതറിക്കിടക്കുന്നത് അമേൻ ശത്രു ചെതറിച്ചു കളഞ്ഞതിനെ യേശുവിൻ നാമത്തിൽ അമേൻ ജീവൻ പ്രാപിപ്പിക്കാൻ പോവാ. ശത്രു ചെതറിച്ചു കളഞ്ഞതിനെ ചെതറിച്ചു കളഞ്ഞതിനെ യെസ്, ആ ചെതറിച്ചു കളഞ്ഞ ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ പോവാ. ആ ചെതറിച്ചു കളഞ്ഞ ആമേൻ ജനക്കൂട്ടത്തെ യേശുവിൻ നാമത്തിൽ ആമേൻ മടക്കി വരുത്താൻ പോവുകയാണ്. Praise the Lord. Hallelujah. ഓ യെഹെസ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ വിളിച്ചു വരുത്തി നിനക്ക് ധാന്യങ്ങളെ. അവൻ ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്തോണം കേട്ടോ. യെഹെസ്കേൽ 36:29. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യത്തെ വിളിച്ചു വരുത്തും. അവൻ ധാന്യത്തെ വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അടുത്തത് സംഖ്യ 11:31. നമ്പേഴ്സ് 11:31. ആഹാരം എത്തിക്കുന്ന കാറ്റ്. ആമേൻ. ഞാൻ അതിനെ വിളിക്കുന്ന പേര് ദ വിൻഡ് ഓഫ് പ്രൊവിഷൻ. ഓ പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റ്, പ്രൊവിഷന്റെ കാറ്റ്. ഹല്ലേലൂയ. കരുതലിന്റെ കാറ്റ്. ആമേൻ. ഓ ജീസസ്. ഇസ്രായേലിന് കാട എത്തിച്ചു കൊടുത്ത കാറ്റിനെ കുറിച്ച് തിരുവെഴുത്തിനകത്ത് നമുക്ക് സൂചന തരുന്നുണ്ട്. ആമേൻ. അവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. സങ്കീർത്തനം 74:14. സാം 74:17. അവൻ ആകാശത്തിന് കിഴക്കൻ കാറ്റടിപ്പിച്ചു. ദൈവത്തിന്റെ മഹാശക്തി കൊണ്ട് ലിവ്യാഥാന്റെ തലകളെ തകർത്ത് അവൻ ഇസ്രായേൽ മക്കൾക്ക് ആഹാരം കൊടുത്തു എന്ന് അവൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ആഹാരമില്ലാതിരുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആമേൻ തന്റെ മഹാശക്തി കൊണ്ട് കിഴക്കൻ കാറ്റടിപ്പിച്ച് ലിവ്യാഥാന്റെ തലകളെ തകർത്ത് അതിനെ കാടപ്പക്ഷിയാക്കി. ആമേൻ. ഹല്ലേലൂയ. തങ്ങളുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ പറപ്പിച്ചു നിർത്തിയ കാറ്റുണ്ടല്ലോ, ഇന്നു രാത്രി ആമേൻ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിന്റെ കരുതലിന്റെ കാറ്റായി നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ കാറ്റ് ചെയ്യുന്ന അവർണ്ണനീയമായ ദൈവപ്രവൃത്തിയെ ധ്യാനിച്ചു ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആദരിക്കുന്ന കാറ്റ്, ജീവിപ്പിക്കുന്ന കാറ്റ്, ആഹാരം എത്തിച്ചു തരുന്ന കാറ്റ് ദൈവം കാറ്റടിപ്പിച്ചു കൊണ്ടുതരും കേട്ടോ. ഹല്ലേലൂയ. അതിന് മുമ്പും പിമ്പും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ആഹാരം ആരും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ ആ കാറ്റ് ഇന്നും ഈ പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് ആഞ്ഞടിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് അല്പം കടന്ന കൈയായിട്ട് ഞാൻ പറയട്ടെ, രാഷ്ട്രീയ സിംഹാസനങ്ങളെ അവൻ പണം കൊടുത്ത് പദവി നേടി അവൻ കേറിയിരിക്കുന്ന രാഷ്ട്രീയ സിംഹാസനങ്ങളെ മറിച്ചിടുന്ന കാറ്റ് ഈ പെന്തിക്കോസ്ത് സഭയിലേക്ക് അടിക്കാൻ പോവുകയാണ്. ഈ മാറിയിട്ട് കാബോദിന്റെ ശക്തി നമ്മുടെ സഭകൾക്കകത്ത് വെളിപ്പെടാൻ പോകാം. ജഡീകന്മാര് ഭരണം നയിച്ച് ആത്മാവിനെ ഒതുക്കിയത് ദൈവദാസന്മാർ ആ ശുശ്രൂഷയ്ക്ക് അതിരിട്ട് വെച്ചിട്ട് കണ്ണുരുട്ടി പേടിപ്പിച്ച് ഒതുക്കി നിർത്തിയ ആത്മമണ്ഡലത്തിലുള്ള എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഒതുങ്ങി മാറുകയാണ്. ഒതുങ്ങി മാറുക. ആത്മാക്കളെ വരാതെ തടുത്തു നിൽക്കുന്ന എല്ലാ പൈശാചിക കോട്ടകളും ഈ കാറ്റടിച്ച് തകർന്നു വീഴുകയാണ്. കാടപ്പക്ഷിയെ ആമേൻ ലിവ്യാഥാന്റെ തലകളെ തകർത്ത് കാടപ്പക്ഷിയെ ദൈവജനത്തിന്റെ കയ്യിൽ കൊണ്ട് എത്തിച്ചു കൊടുത്ത പോലെ നിന്റെ കൂടാരത്തിലേക്ക് ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആ കാറ്റടിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ വലിയ മഴയുടെ മുഴക്കം നീ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ
ആമേൻ. വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഉത്തമഗീതം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിലേക്ക് കാറ്റടിക്കുവാൻ ആമേൻ ഇവിടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. സഭയാം തോട്ടത്തിലേക്ക് ഈ കാറ്റ് അടിക്കട്ടെ. ഇപ്പോൾ അടിക്കുന്ന കാറ്റിനകത്തൊക്കെ ഭയങ്കര ദുർഗന്ധമാ. ആ ദൈവദാസൻ അവിടെ വീണതും ആ ദൈവ പൈതൽ ഇവിടെ വീണതും ഒക്കെയാ ഇപ്പൊ പറയാനുള്ളത്. സഭായോഗം കഴിഞ്ഞാൽ അവൻ ഒരു കൂട്ടായ്മ കഴിഞ്ഞാൽ തോൽവിയെ പറ്റിയാ പറയാനുള്ളത്. തോൽവിയെ പറ്റി അല്ല പറയേണ്ടത്. ഈ അവൻ മണവാളന്റെ തോട്ടത്തിനകത്തേക്ക്, ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് സുഗന്ധം പരക്കട്ടെ. ഹല്ലേലൂയ. സുഗന്ധം പരക്കട്ടെ എന്റെ പ്രിയരെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് പാടാൻ പറ്റും? ഉണർവിൻ കാറ്റെ വീശുക, മനസ്സലിവിൻ ദൈവമേ, ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ പാട്ടറിയാം? ഉണർവിൻ കാറ്റെ വീശുക, മനസ്സലിവിൻ ദൈവമേ, ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. വരികൾ ഞാൻ പറഞ്ഞു വിടാം. പെന്തിക്കോസിൻ നാളിൽ നിന്റെ സ്വന്തം ദാസന്മാർക്കൊക്കെയും ചിന്തിയ നിൻ ശക്തിയെ പിന്തുടർച്ച നൽകണം. നോക്കുക, ഈ താഴ്വര ചത്ത അസ്ഥികൂടങ്ങൾ ഒക്കെയും ഉണർന്നിടാൻ ജീവയാവി വീശുക. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പകർന്ന ദിവ്യശക്തിയെ തന്നിടണമെന്ന് നിന്റെ ആത്മദാനം ഈശനെ. ചുഴലിക്കാറ്റിന്റെ ശക്തിയാൽ ഉയർന്നു പൊങ്ങും ഇലകൾ പോലെ കഴുകൻ ശക്തി പ്രാപിച്ചു പറന്നുവാനിലേറുവാൻ. പ്രൈസ് ഗോഡ്. ആമേൻ. സൈജായ ആ പാട്ട് അറിയാമെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം കേട്ടോ. ആമേൻ. നമുക്ക് ലാസ്റ്റ് ആ പാട്ടൊന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഇഫ് ഐ ക്യാൻ ഷെയർ ദാറ്റ് ആമേൻ സ്ക്രീൻഷോട്ട് ഐ വിൽ ഷെയർ ടു യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നോക്കി നിങ്ങൾ പാടിയാൽ മതി. നിങ്ങൾക്ക് ആ പാട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ആ പാട്ട് എടുക്കണം. ഉണർവിൻ കാറ്റെ വീശുക, മനസ്സലിവിൻ ദൈവമേ. വേഴ്സിനകത്ത് 2649 പാട്ടാകട്ടോ. ഉണർവിൻ കാറ്റെ വീശുക. ആമേൻ. സൈജാന പാട്ട് അറിയാമെങ്കിൽ ഗെറ്റ് റെഡി. ഐ വിൽ ഗിവ് യു 5 minutes. We are going to sing that song. യേശുവിൻ നാമത്തിൽ സുഗന്ധം വീശുന്ന കാറ്റ്. സുഗന്ധം വീശുന്ന കാറ്റ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില്, First Kings chapter 19 verse 11, അവിടെ ഏലിയ ഒരു കാറ്റ് കാണുന്നുണ്ട്. ആ കാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ ആ കാറ്റ് ശക്തിയോടെ അടിക്കുന്ന ദൈവത്തിന്റെ കാറ്റാണ്. ആ കാറ്റ് പർവ്വതങ്ങളെ കീറി പാറകളെ തകർക്കുന്ന ആമേൻ കാറ്റ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ മൈ ഗാഡ്. ഹല്ലേലൂയ. വേറൊരു കാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 രാജാക്കന്മാർ. ആമേൻ. 2 Kings chapter 2 verses 1. 2 രാജാക്കന്മാർ. ആമേൻ. 2-ാം അധ്യായം 1-ാം വാക്യം. താങ്ക് യു സജ്ജ. He is going to sing that song after this class. ഞാൻ ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ. ആ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടും കേട്ടോ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഈ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഈ ഒരു ഖണ്ഡികയിൽ അഗ്നിയും കാറ്റും ഈ വാക്യത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവത്തിന്റെ കാറ്റിനെ തീയോടും കാറ്റിനോടും ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? അവൻ ഒന്ന് ശ്രദ്ധിക്കണമേ. ഒരു ആഴമേറിയ സംഭവം നിങ്ങളോട് പറഞ്ഞു തരാം. 70 കിലോയിൽ കുറയാത്ത ഭാരമുള്ള ഏലിയാവിനെ മുകളിലേക്ക് കൊടുക്കുന്ന ആ കാറ്റിന്റെ മധ്യത്തിൽ നിന്ന് ഏലീശയ്ക്ക് വേണ്ടി ഒരു പുതപ്പിനെ താഴേക്ക് വീഴ്ത്തണമെങ്കിൽ അവൻ അത് ദൈവത്തിന്റെ കാറ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. ഐ നോ. Amen. Take your time, Sacha. Take your time. Amen. I know that it's a supernatural wind. കാരണം ഒരു മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുവന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചുഴലിക്കാറ്റ് വന്നിട്ട് ഒരു മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ താഴെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മേൽ തന്നെ ആ മനുഷ്യൻ എടുക്കാൻ പാകത്തക്കവണ്ണം ആ മുകളിലേക്ക് കൊണ്ടുപോയ ആളിന്റെ പുതപ്പ് താഴേക്ക് ഇടണമെങ്കിൽ ആ കാറ്റിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കിക്കേ. ആമേൻ. ഇന്നു രാത്രി കൊതിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കർത്താപ്പച്ചൻ ആകാശ മാർഗങ്ങളിലേക്ക് കയറിപ്പോയപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം പകർന്ന് മാളിക മുറിയിലേക്ക് പുതപ്പിട്ടതുപോലെ ഇന്നു രാത്രി കൊതിയുള്ള ഒരു തലമുറ, ഏലീശയെ പോലെ അഭിഷേകത്തിന് വേണ്ടി പുറകാലെ ഓടിയ ഒരു തലമുറ ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് നിന്റെ മേൽ ഇന്ന് രാത്രി പുതപ്പ് വീഴാൻ പോവാ.
പുതപ്പ് വീഴാൻ പോവാ, പുതപ്പ് വീഴാൻ പോവാ. How many of you can ready? How many of you are ready to receive the mantle of anointing? യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണമേ. നിങ്ങളെ ഭാഗം വായിച്ച് ധ്യാനിക്കണം കേട്ടോ. എന്റെ മുന്നിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ആ മനുഷ്യൻ അവൻ യജമാനൻ കേറിപ്പോന്ന് കണ്ടിട്ട് വസ്ത്രം കീറി വിവസ്ത്രനായിട്ട് നിൽക്കുക, തന്റെ നാണക്കേടോട് നിൽക്കുക. അവൻ മണ്ടക്കോട്ട് കേറിപ്പോയ ആമേൻ ഹല്ലേലൂയ, അവൻ യജമാനന്റെ പുതപ്പ് അവന്റെ നാണക്കേടിനെ മാറ്റിക്കളഞ്ഞു, അവന്റെ നഗ്നതയെ മറച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ജിജിയാജി പറഞ്ഞ വാക്ക്, ആ വരി ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോ, നിന്ദിത പാത്രരായി മേവാൻ നമ്മളെ നായകൻ കൈവിടത്തിൽ നിന്ന് പറഞ്ഞത് ഈ പുതപ്പ് കൊണ്ട് നമ്മളെ മറയ്ക്കും. ആമേൻ ഹല്ലേലൂയ. അഭിഷേകം ചിലർക്ക് നാണക്കേടാണെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, എന്റെ ശുശ്രൂഷയിലെ ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കറിയാം, ഇന്ന് രാത്രി ഹല്ലേലൂയ നാം ശനധാന സന്ദര എന്റെ നാണക്കേടിനെ മറച്ചത് ആ പരിശുദ്ധാത്മാവിന്റെ പുതപ്പാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ഒരു മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുപോയ കാറ്റിന് ഇവൻ 200 1 കിലോ 1/2 കിലോ താഴെ മാത്രമുള്ള ഒരു പുതപ്പിനെ ലക്ഷ്യം തെറ്റാതെ ഒരു മനുഷ്യന്റെ മേൽ ഇടാൻ പറ്റിയെങ്കിൽ ഇന്നു രാത്രി അവൻ കൊതിയുള്ള നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആമേൻ മാന്റിൽ വീഴുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഓ റബ ശബ്ദര. You may be a pastor, you may be a wife of the pastor, you may be a Sunday school teacher, you may be a worship leader, but the mantle is falling upon you. The mantle is falling upon you. Let me hear the sound of agreement from you. Let me hear it in the spirit. ആത്മാവിനെ ഞാൻ എഗ്രിമെന്റ് ഒന്ന് കേൾക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹൗ മെനി ഓഫ് യു റെഡി ടു റിസീവ് ദ മാന്റിൽ ഓഫ് അനോയിന്റിംഗ്? ആ പുതപ്പ് എന്റെ മേൽ ഇടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ദൈവമക്കളെ, നാം കണ്ടിട്ടില്ലാത്തതും നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ പരിശുദ്ധാത്മാവിനെ, അവന്റെ പ്രവർത്തനങ്ങളെ ചില ഉപമാനങ്ങളുടെ ഉപമിച്ചിരിക്കുന്നത് നമ്മൾ ആത്മാവിൽ ഇന്ന് ചിന്തിച്ചു. ആ കാറ്റിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റബ ശബ്ദരാധന. കാറ്റടിച്ചിടത്തെല്ലാം ചില കാര്യങ്ങൾ നടന്നു നമ്മൾ കണ്ടില്ലേ? അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. അവൻ കാറ്റടിച്ചിടത്തെല്ലാം ചില പ്രവർത്തികൾ നടന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കാറ്റിനും ആമേൻ ഹല്ലേലൂയ ചിലത് ചെയ്യാറുണ്ട്. കുടുംബ ജീവിതത്തിൽ ചിലത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ചിലത് ചെയ്യാറുണ്ട്, ശുശ്രൂഷയിൽ ദൈവത്തിന് ചിലത് ചെയ്യാറുണ്ട്, സാമ്പത്തിക മേഖലയിൽ ദൈവത്തിന് ചെയ്യാറുണ്ട്. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരും എക്സിറ്റ് ആകരുത് കേട്ടോ. എപ്പോഴാ പരിശുദ്ധാത്മാവ് തൊടുന്നത് അറിയത്തില്ല. അവൻ ചില മിനിറ്റുകൾ തുറന്നാട്ടെ പരിശുദ്ധാത്മാവിൽ. I request Saichan to sing each and every lines of that song. അത് പരിശുദ്ധാത്മാവ് തന്ന പാട്ടായുണ്ട്. ഉണർവിന്റെ കാറ്റ് നിങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ മാന്റിൽ നിങ്ങളുടെ മേൽ വീഴട്ടെ. ആമേൻ. ഓ റബ ശബ്ദരബ. ഉണർവിൻ കാറ്റ് വീശുക. മനസ്സലിവിൻ ദൈവമേ പാടിക്കോ. മനസ്സലിവിൻ ദൈവമേ, ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. പെന്തക്കോസ്തിൻ നാളിൽ നിൻ സ്വന്ത ശിഷ്യർക്കാവിയാൽ, ശിഷ്യർക്കാവിയാൽ ചിന്തിയ നിൻ ശക്തിയിൽ വൻമുഴക്കം നൽകണം. ചിന്തിയ നിൻ ശക്തിയിൽ വൻമുഴക്കം നൽകണം. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. നോക്കുകയെ താഴ്വര ചത്താസ്തി കൂട്ടങ്ങൾ. നോക്കുകയെ താഴ്വര ചത്താസ്തി കൂട്ടങ്ങൾ. ഒക്കെയും ഉണർന്നിടാൻ
കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. കൊർന്നല്യോസിൻ ഭവനത്തിൽ പകർന്ന ദിവ്യശക്തിയെ. കൊർന്നല്യോസിൻ ഭവനത്തിൽ പകർന്ന ദിവ്യശക്തിയെ തന്നിടേണം ഇന്നു നിൻ ഭക്തന്മാർക്കും ഈശനെ. തന്നിടേണം ഇന്നു നിൻ ഭക്തന്മാർക്കും ഈശനെ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ചുഴലിക്കാറ്റിൻ ശക്തിയാൽ ഉയർന്നു പൊങ്ങും ഇലകൾ പോൽ. ചുഴലിക്കാറ്റിൻ ശക്തിയാൽ ഉയർന്നു പൊങ്ങും ഇലകൾ പോൽ ആത്മശക്തി പ്രാപിച്ചു പറന്നു വാനിലേറുവാൻ. ആത്മശക്തി പ്രാപിച്ചു പറന്നു വാനിലേറുവാൻ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. നാമധേയ കോട്ടകൾ തകരണം ഈ കാറ്റിനാൽ. നാമധേയ കോട്ടകൾ തകരണം ഈ കാറ്റിനാൽ. നന്മ തിന്മ ഏതെന്ന് ഉണ്മയായി കാണുവാൻ. നന്മ തിന്മ ഏതെന്ന് ഉണ്മയായി കാണുവാൻ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. സത്യദൈവ സേവയും ശുദ്ധദൈവ ഭക്തിയും. സത്യദൈവ സേവയും ശുദ്ധദൈവ ഭക്തിയും. സത്യദൈവ വചനവും നിത്യമായി പാലിപ്പാൻ. സത്യദൈവ വചനവും നിത്യമായി പാലിപ്പാൻ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ബാബിലോന്യ സേവയാൽ ദേശമെല്ലാം മ്ലേച്ഛമായി. ബാബിലോന്യ സേവയാൽ ദേശമെല്ലാം മ്ലേച്ഛമായി. ഏലോഹിം തുണയ്ക്കണം ഏലിയാവിൻ കാലം പോൽ. ഏലോഹിം തുണയ്ക്കണം ഏലിയാവിൻ കാലം പോൽ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലിവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. നൽകിടേണം ദൂതുകൾ ഓതുവാൻ നിൻ വാക്യങ്ങൾ.
ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ. വടതിക്കാറ്റ് വീശുക, തെന്നിക്കാറ്റ് വേഗം വാ. വടതിക്കാറ്റ് വീശുക, തെന്നിക്കാറ്റ് വേഗം വാ. വീശുവാൻ സുഗന്ധങ്ങൾ ഊതുവാനി തോട്ടത്തിൽ, വീശുവാൻ സുഗന്ധങ്ങൾ ഊതുവാനി തോട്ടത്തിൽ. ഉണർവിൻ കാറ്റ് വീശുക, മനസ്സലിവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക, മനസ്സലിവിൻ ദൈവമേ.